കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ള സമയമായതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങൾ കടലിൽ പോകുമ്പോൾ ജീവൻ രക്ഷാ ആശയവിനിമയ ഉപകരണങ്ങൾ ഉറപ്പായും കരുതണമെന്ന് കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് പ്രിൻസ്. ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നടത്തിയ ക്രമീകരണങ്ങളെക്കുറിച്ച് ദൂരദർശനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാത്രി 12 മണിക്ക് മുന്നോടിയായി തന്നെ എല്ലാ ട്രോളിംഗ് ബോട്ടുകളെയും പാലത്തിന് കിഴക്ക് ഭാഗത്തേക്കായി മാറ്റും. തുടർന്ന് നമ്മളെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡീസൽ ബങ്കുകളും നമ്മൾ അടപ്പിക്കും. അതിൽ ഇളവുള്ളത് മത്സ്യഫെഡിന്റെ അധീനതയിൽ ശക്തികുളങ്ങരയിലും നീണ്ടകരയിലും അഴീക്കലും പ്രവർത്തിക്കുന്ന ഡീസൽ ബങ്കുകൾക്ക് മാത്രമായിരിക്കും. നമ്മൾ ട്രോളിംഗ് നിരോധനം മാത്രമേ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന എല്ലാ യാനങ്ങൾക്കും നമ്മൾ അനുമതി നൽകുന്നുണ്ട്. അവർക്ക് ഈ വേളയിൽ കടലിൽ പോകുന്നതിനും മത്സ്യബന്ധനം നടത്തി തിരിച്ച് ഫിഷ് ലാൻഡ് ചെയ്യുന്നതിനുമുള്ള അനുമതിയുണ്ട്. നീണ്ടകര ഹാർബറിൽ ചെറിയ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. റിങ്സിൻ വള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മദർ വള്ളങ്ങൾ ഹാർബറിൽ അടുക്കുന്നതിന് ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തങ്കശ്ശേരി ഫിഷിംഗ് ഹാർബറിൽ കടൽക്ഷോഭവും അതുപോലെയുള്ള കാലാവസ്ഥ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് മേഖലകളിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമുള്ള യാനങ്ങൾ പ്രവേശിക്കുകയും മത്സ്യം വിൽപ്പന നടത്തുകയും ചെയ്യാറുണ്ട്. ഇതിനും ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ കൊണ്ടുവരുന്ന മത്സ്യത്തിന് വില ലഭിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്.